ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. 2 ദിവസം മുമ്പ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. മറുതലയ്ക്കൽ ഒരു സ്ത്രീ ശബ്ദമാണ്. എൻ്റെ പേര് അന്നമ്മ എന്നാണ്. അവർ പരിചയപ്പെടുത്തി. ബ്രദറിനോട് ഒരു കാര്യം സംസാരിക്കാനാണ്. ഈ നമ്പർ തന്നത് സാബു ബ്രദറാണ്. ദയവ് ചെയ്ത് എന്നെ ഒഴിവാക്കരുത്. സാബു ബ്രദർ പറഞ്ഞു വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മറുത്തൊന്നും പറഞ്ഞില്ല. അവർ തുടർന്നു. എൻ്റെ ബി.പിയും ഷുഗറും കൂടി ശരിക്കും ഉറങ്ങിയിട്ട് നാളുകളായി. അവരുടെ പേരക്കുട്ടികളെ പറ്റിയാണ് അന്നമ്മച്ചടുത്ത് പറഞ്ഞത്. മകൻ്റെ മക്കളാണ് 2 പെൺകുട്ടികൾ. ഒരു അനുസരണവുമില്ല. 10ാം തരത്തിലും +2-നും പഠിക്കുന്നു. അവരേക്കാൾ എത്രയോ വയസ്സിന് മുതിർന്നതാണ് ഞാൻ. ഒരു മുത്തശ്ശിയാണെന്ന പരിഗണന പോലുമില്ല. വീട്ടിൽ അമ്മയെ ഒരു കാര്യത്തിലും സഹായിക്കില്ല. കിച്ചണിൽ പോകുന്നത് എന്തെങ്കിലും തിന്നാനായിരിക്കും. സ്കൂൾ ഇല്ലാത്ത ദിവസം തോന്നുമ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത്. ഒന്ന് ചൂലെടുത്ത് വീട് അടിച്ചു വാരുകയെങ്കിലും ചെയ്തുകൂടെ? ഡ്രസ്സുകൾ മാറ്റി ഹാങ്കറിൽ തൂക്കിയിടും. വാഷിംഗ് മെഷീനുണ്ട്, ഒന്നതിൽ ഇട്ടു കഴുകി എടുത്തുകൂടെ? ഈ വക കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ തോറ്റു. അവരുടെ അമ്മയാണെങ്കിൽ ഒന്നും പറയില്ല. ഒരു നിസ്സഹകരണ മനോഭാവമാണ് അവർക്ക്. എന്നെ വീട്ടിലെ പട്ടിയുടെ വില പോലും നൽകുന്നില്ല. അതാണ് അവരുടെ സങ്കടം. ഇവരുടെ കാട്ടയങ്ങൾ കണ്ടാൽ കലിയിളകും. എപ്പോഴും മൊബൈലിലായിരിക്കും, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ. ബ്രദറിനറിയോ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 മക്കളാണ്. വീട്ടിലെ എല്ലാ പണികളും ചെയ്താണ് ഞങ്ങൾ വളർന്നത്. അമ്മയെയും അപ്പനെയും ബഹുമാനിച്ചാണ് ഞങ്ങൾ ജീവിച്ചത്. മുത്തശ്ശിയെ ജീവൻ്റെ ജീവനായിരുന്നു. ഇപ്പോൾ മുത്തശ്ശിയായി എന്നെ തർക്കിക്കാൻ വരുന്ന പേരക്കുട്ടികൾ. ഇങ്ങനെയായാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇങ്ങനെ പോകുന്നു അന്നമ്മ ചേട്ടത്തിയുടെ പരാതികൾ. ഞാൻ പറഞ്ഞു, അന്നമ്മ ചേട്ടത്തി വീട്ടിൽ ചെയ്യുന്ന പണികൾ ഒന്നുകിൽ നിർത്തുക, അല്ലെങ്കിൽ പിറുപ്പിറുപ്പില്ലാതെ ചെയ്യുക. പേരക്കുട്ടികളെ ശാസിക്കാൻ പോകണ്ട. അന്നമ്മ ചേട്ടത്തി പഴയ ചിന്തയും ശീലവും ഉള്ളയാളാണ്. വയസ്സായവരെ ബഹുമാനിക്കണം, അവർ പറയുന്നത് കേൾക്കണം, അനുസരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ. എന്നാൽ ഈ പേരക്കിടാങ്ങൾ ന്യൂ ജനറേഷൻ ചിന്താഗതിക്കാരാണ്. അന്നമ്മ ചേട്ടത്തിക്ക് വയസ്സ് 75. ഈ പേരക്കുട്ടികൾക്കാണെങ്കിൽ 15ഉം 17ഉം വയസ്സ്. പ്രായത്തിൽ വളരെ അന്തരം. അന്നമ്മ ചേട്ടത്തിയുടെ കാലഘട്ടത്തിൽ പലപ്പോഴും അയൽ വീട്ടുകാർ തമ്മിൽ പല സാധനങ്ങളും ഇല്ലാതെ വരുമ്പോൾ പരസ്പരം കടം വാങ്ങിയാണ് കുടുംബത്തിൽ കാര്യങ്ങൾ നടത്തിയിരുന്നത്. 10 വറ്റൽമുളക്, അല്ലെങ്കിൽ ഒരു ചെറിയ കുപ്പി വെളിച്ചെണ്ണ, 5 അച്ച് ശർക്കര, 2 ടീസ്പൂൺ ചായപ്പൊടി. അന്നമ്മ ചേട്ടത്തി പഴംപുരാണം കേട്ടപ്പോൾ ചിരിയും വന്നു. പക്ഷേ അന്ന് ജീവിത പ്രാരബ്ധങ്ങളിലൂടെയാണ് അക്കാലഘട്ടത്തിൽ പല കുടുംബങ്ങളും കഴിഞ്ഞിരുന്നത്. അയൽ വീട്ടുകാർ തമ്മിൽ അഗാധമായ ഇഴയടപ്പും ഉണ്ടാവും. നാട്ടിൽ ഒരു കല്യാണം വന്നാൽ അയൽ വീട്ടുകാരാണ് കല്യാണ തലേന്ന് ഭക്ഷണം പാചകം ചെയ്യാനും മറ്റും സഹായിക്കാൻ ഉണ്ടാവുക. എന്നാൽ ഇന്നിപ്പോൾ കാലഘട്ടം മാറി. എല്ലാം കാറ്ററിംഗുകാരും ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരുമാണ് കല്യാണം നടത്തി കൊടുക്കുക എന്ന സ്ഥിതിയായി. ജനറേഷൻ ഗ്യാപ്പ് അന്നമ്മ ചേട്ടത്തെ പോലുള്ളവരെ ചൊടിപ്പിക്കുകയും പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഇന്നത്തെ തലമുറയിലേക്ക് വരാം. അവർ ഇത്തരം പഴംപുരാണം കേൾക്കാൻ താല്പര്യമില്ലാത്തവരാണ്. ജനിച്ചു വീഴുന്നതേ മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ലോകത്താണ്. അണുകുടുംബമായി മാറിയിരിക്കുന്നു. 1-2 കുട്ടികൾക്ക് മേൽ ഒരു കുടുംബത്തിലും കുട്ടികളില്ല. ഇന്നത്തെ കാലത്ത് ദാരിദ്ര്യം എന്നത് കെട്ടുകഥയാണ്. എന്തു കാര്യം നടത്തി കൊടുക്കുന്ന മാതാപിതാക്കൾ. വീട്ടിലൊരു കാര്യവും മാതാപിതാക്കൾ മക്കളെ കൊണ്ട് ചെയ്യിക്കാറില്ല. അന്നമ്മ ചേട്ടത്തിയുടെ മരുമകൾക്ക് മക്കൾ ഒന്നിനും സഹായിക്കാൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ചെയ്യും. എന്നാൽ അന്നമ്മ ചേട്ടത്തിക്ക് ഈ വക കാര്യങ്ങൾ കാണുന്നതേ കലിയാണ്. അന്നമ്മ ചേട്ടത്തിയും പേരക്കുട്ടികളും തമ്മിലുള്ള ഈ തർക്കമാണ് ചേട്ടത്തിയുടെ ബി.പിയും ഷുഗറും കൂട്ടുന്നത്, ഉറക്കം കളയുന്നതും. ഇന്നത്തെ മാതാപിതാക്കൾ ഇക്കൂട്ടർക്കും ഇടയിലുള്ള ജീവിതം നയിക്കുന്നവരാണ്, ശരിയല്ലേ? അവർ പഴയ കാലത്തെ കഷ്ടപ്പാടുകൾ കേട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കൾ ഈ വക കാര്യങ്ങളൊന്നും അറിഞ്ഞു ജീവിക്കാൻ ഇടവരരുത്. നല്ല വിദ്യാഭ്യാസം നൽകി ഇന്നത്തെ കുട്ടികളെ നല്ല രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുക. അതിനുവേണ്ടി അവർ ചില സാക്രിഫൈസിനും തയ്യാറാണ്. വീട്ടുജോലികൾ സ്വയം ചെയ്യും. സാമ്പത്തിക പരാധീനത അറിയിക്കാതെ കുട്ടികളെ വളർത്തും. ഇക്കാരണത്താൽ കുട്ടികൾക്ക് കിച്ചൺ എന്നാൽ ഭക്ഷണം അകത്താക്കാനുള്ള സ്ഥലം മാത്രമാണ്. സ്വന്തം ഉടുപ്പുകൾ അലക്കാൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. സ്കൂൾ ഇല്ലെങ്കിൽ നേരത്തെ ഉണർത്താൻ മാതാപിതാക്കൾ ശ്രമിക്കാറില്ല. അവർ കുട്ടികൾക്ക് ആകെ കൊടുത്തിട്ടുള്ള ജോലി പഠനം മാത്രമാണ്.
എത്രയോ വീടുകളിൽ ഭക്ഷണം വയ്ക്കാതെ ഓൺലൈനിൽ ഫുഡ് ഓർഡർ കൊടുത്ത് ജീവിക്കുന്നതെന്ന് പലരെയും എനിക്കറിയാം. വീടുകളിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ ഇതാണ് പല കുടുംബത്തിലെയും സ്ഥിതി. ഇന്നത്തെ കുട്ടികൾക്ക് മര്യാദയ്ക്ക് ഒരു ചായ വയ്ക്കാനോ ചപ്പാത്തി പരത്താനോ അറിയില്ലെന്നത് പരമാർത്ഥമാണ്. ഇവിടെ ആ പേരക്കുട്ടികളെ ഇനി ശാസിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ഓൺലൈൻ ഫുഡായാലും മതി. അവർ ഒന്നിനും മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടില്ല, അതാണ് സത്യം. അന്നമ്മ ചേട്ടത്തി വീട്ടിലെ പല ജോലികളും പേരക്കുട്ടികളെ ശാസിച്ച് ചെയ്യിക്കാൻ നോക്കും. അവർ ഒന്നും ചെയ്യുകയുമില്ല. മുത്തശ്ശിയോട് ദേഷ്യപ്പെടുകയും ചെയ്യും. ഞാൻ അന്നമ്മ ചേട്ടത്തിയോട് പറഞ്ഞു, അന്നമ്മ ചേട്ടത്തിക്ക് പറ്റുന്ന വീട്ടുപണികൾ ചെയ്യുക, പേരക്കുട്ടികളെ ശാസിച്ച് BP കൂട്ടണ്ട. ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ദിവസം പള്ളിയിൽ പോവുക, കിട്ടുന്ന സമയം ബൈബിൾ വായിക്കുക, പിന്നെ ശരീരത്തിന് ആയാസം കിട്ടുന്ന ജോലികൾ ചെയ്യുക. ആരെയും ശാസിക്കണ്ട. അന്നമ്മ ചേട്ടത്തിയുടെ സങ്കടം അറിയാതെയല്ല, ഇനി ആ സങ്കടത്തിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത കാലമാണ് വരാൻ പോകുന്നത്. പേരക്കുട്ടികളെ ശാസിക്കുന്നതിന് പകരം അവരുമായി പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കുക. അതുമാത്രമേ പോംവഴിയുള്ളൂ. അന്നമ്മ ചേട്ടത്തിക്ക് കാര്യങ്ങൾ ഒരുവിധം മനസ്സിലായി എന്നവരുടെ ചിരിയിൽ നിന്ന് മനസ്സിലായി. ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് അന്നമ്മ ചേട്ടത്തിയുടെ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പഴയകാലത്തെ ജനങ്ങളും ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേരും തമ്മിലുള്ള മാനസിക അകലം അത് വളരെ വലിയ ഒരു അന്തരം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വയസ്സായ ഇത്തരം ആൾക്കാർ പേരക്കുട്ടികളുടെ മേൽ ഇതേ പരാതികളുമായിട്ട് സമീപിക്കുന്നത്. ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഇനിയുള്ള കാലം പഴയ കാലം പോലെ ആവില്ല. അവർ സ്വതന്ത്രമായി ചിന്തിക്കുകയും യൂറോപ്യൻ ശൈലിയിൽ കാര്യങ്ങൾ കാണാനും അവർ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അവരെ പിടിച്ചാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല എന്നതാണ് വാസ്തവം. ശാസിച്ചിട്ട് കാര്യമില്ല, ഗുണതൊഴിച്ച് നോക്കുക, അത് കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് വിടുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.